ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ +2 ബിസിനസ് സ്റ്റഡീസിൽ ചാപ്റ്റർ 9 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ്. അപ്പം ഇതിൽ ഫസ്റ്റ് കോർഡിനേഷൻ എന്താണെന്ന് പറയും, അതിനുശേഷം കൺട്രോളിങ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം അതിന് ഇവിടെ നമുക്ക് ഡെഫിനേഷൻ നോക്കാം. സംഘടനയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വിവിധ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്ന പ്രക്രിയയാണ് ഏകോപനം. ഒരു സ്ഥാപനത്തിൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക, ഉൽപാദനം നടത്തുക തുടങ്ങിയ വിവിധ ജോലികളുണ്ട്. അസംസ്കൃത വസ്തു വാങ്ങിയാലേ ഉൽപാദനം സാധ്യമാകൂ, ഉൽപാദനം നടന്നാലേ വിൽപ്പന സാധ്യമാകൂ. അതുകൊണ്ട് പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉണ്ടെങ്കിലേ ലക്ഷ്യത്തിലെത്താൻ കഴിയും. അപ്പോൾ ഇവിടെ എന്താണ് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്? ഇൻ സിമ്പിൾ ടേംസിൽ നമുക്ക് ഇങ്ങനെ പറയാം, കോർഡിനേഷൻ മീൻസ് ബ്രിങ്ങിങ് ടുഗെദർ ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എന്താണ്, ഒരു കോമൺ ഗോള് മുന്നിൽ വെച്ച് തന്നെ എംപ്ലോയീസിൻ്റെ വർക്ക് സ്മൂത്ത്ലി നടത്താൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെ നമ്മൾ ഏകോപനം എന്ന് പറയും. അതാണ് സംഘടനയുടെ ലക്ഷ്യങ്ങൾ. ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോമൺ ഗോളിലെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനായി എന്താണ്, പലതരത്തിലുള്ള യൂണിറ്റുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെ, ആ ഒരു പ്രോസസ്സിനെയാണ് ഏകോപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം. ജസ്റ്റ് ഒരു ഇമേജിൻ ചെയ്യാം, ഒരു കമ്പനി. അപ്പം കമ്പനിയിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും അല്ലേ. അതെന്താണ്, ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പിന്നെ വരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഗുഡ്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അവിടെ മണി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അതായത് അവിടെയുള്ള എംപ്ലോയീസിനോ കാര്യങ്ങൾക്കൊക്കെ മണി പ്രൊവൈഡ് ചെയ്യാൻ, ബാക്കിയുള്ള റോ മെറ്റീരിയൽസോ അങ്ങനത്തെ കുറേ തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. അതൊക്കെ മണി പ്രൊവൈഡ് ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഇനി HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. HR ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ്? എംപ്ലോയീസിനെ കണ്ടെത്താൻ അല്ലേ, സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ കുറേയധികം ഡിപ്പാർട്ട്മെൻറ്റ് ചേർന്നിട്ടാണ് ഒരു കമ്പനി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു യൂണിറ്റുകൾ നടത്തുന്ന പ്രവൃത്തികൾ വരുന്നുണ്ട് അല്ലേ. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രൊഡക്ഷന് ഒരു 10,000 യൂണിറ്റ് ഉണ്ടാക്കി അല്ലേ പ്രൊഡക്ഷൻ ടീം. പക്ഷേ മാർക്കറ്റിംഗ് ടീം എന്താണ്, അതിൽ 5,000 ഐറ്റംസ് മാത്രമേ അല്ലെങ്കിൽ 5,000 യൂണിറ്റ് മാത്രമേ സെല് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുന്നതാണെങ്കിൽ മനസ്സിലാവും, 10,000 ഉണ്ടാക്കിയിട്ടുണ്ട്, 5,000 മാത്രമേ സെല് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ. 5,000 ഇനിയും അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ്, നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ഇവിടെ ഒരു ഏകോപനം ഇല്ല അല്ലെങ്കിൽ കോർഡിനേഷൻ ഇവിടെ കാണുന്നില്ല എന്ന്. ശരിക്കും ഒരു കോർഡിനേഷൻ്റെ മെയിൻ എയിം വെക്കുന്നത് എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ടാർഗറ്റിൽ എത്താൻ പറ്റത്തുള്ളൂ അല്ലേ. ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് വെച്ചിരിക്കുന്ന അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു മാർക്കറ്റിംഗ് ടീമും അവരുടെ സ്ട്രാറ്റജി കുറച്ചും കൂടെ പുതുക്കി കഴിഞ്ഞാൽ ആ ഒരു 10,000 യൂണിറ്റ് തന്നെ സെല് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ. അവിടെ എന്തോ ഈ ഒരു കോർഡിനേഷൻ്റെ ഏകോപനം കുറവ് മൂലമാണ് ഇത്തരത്തിൽ അത് സാധിച്ചെടുക്കാൻ കഴിയാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്ലാൻ ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവിടെ കോർഡിനേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഏകോപനം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു മെയിനായിട്ടുള്ള എന്താ പറയുക ഒരു ഇമേജ് എന്ന് പറയുന്നത്, ഏകോപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം, കോർഡിനേഷൻ്റെ സവിശേഷതകൾ. അതായത് മറ്റു പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയാനാണ് ഏകോപനം എന്നതിന് മാനേജ്മെൻറ്റിൻ്റെ കാതലാണ്. അപ്പോൾ പ്രത്യേകിച്ച് എന്താണ്, മറ്റുള്ള മേഖലകളിലും അല്ലേ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ പ്രക്രിയകളും നടക്കുന്നുണ്ടോ എന്നറിയാൻ കൂടെ നമുക്ക് സഹായിക്കുന്നുണ്ട്, ഈ ഒരു കോർഡിനേഷൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാതലാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കോർഡിനേഷൻ വഴി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് അല്ലേ. ഇനി ഏകോപനം തുടർച്ചയായിട്ടുള്ള പ്രവർത്തനമാണ്. എന്തുകൊണ്ടാണ് ഏകോപനം കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്? ദാറ്റ് മീൻസ്
ഇതിനൊരു എൻഡില്ല. ഒരു കമ്പനി നിലനിന്ന് പോകണമെങ്കിൽ അത് എത്രത്തോളം ആ ഒരു കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണോ അത്രത്തോളം തന്നെ ഈ ഒരു ഏകോപനവും കോർഡിനേഷനും നടന്നുകൊണ്ടിരിക്കണം. ഇനി വൺസ് ഈ കോർഡിനേഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, അവർ പ്രതീക്ഷിച്ച് അത്ര ലാഭം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ എയിം കിട്ടുന്നില്ല. അപ്പം ഒരു അപ്കമിങ് ആയിട്ടുള്ള മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഫേം അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് നിലം പതിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ടുള്ള പ്രോസസ്സാണിത്. അത് എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കണം, എന്നാൽ മാത്രമേ എന്താണ് ആ ഒരു കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവൂ. ഇനി കൂട്ടായ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏകോപനം ആവശ്യമാണ് അല്ലേ, തീർച്ചയായിട്ടും. ഒരുമിച്ച് കിടന്നാൽ ഒലക്കയിലും കിടക്കാമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതായത് ഒരുമിച്ച് പണി എടുക്കാന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് എല്ലാവർക്കും പണി ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അതുകൊണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുക അല്ലേ. അങ്ങനെ തന്നെ നമുക്ക് എന്താണ് കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അതുകൊണ്ട് ഏകോപനം ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഇനി നാലാമത്തെ പോയിന്റ്, സ്ഥാപനത്തിൻ്റെ പൊതുവായ ഉദ്ദേശം കൈവരിക്കുന്നതിനാണ് മാനേജ്മെൻറ്റ് ഏകോപനം നടത്തുന്നത്. അതായത് ഓരോ സ്ഥാപനത്തിനും ഓരോ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. സ്റ്റാഫിങ്, ഡയറക്റ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം എന്താണ് ഒരു സ്ഥാപനത്തിൻ്റെ പൊതുവായിട്ടുള്ള ഉദ്ദേശം വരുന്നത്, ഇത്തരത്തിൽ ഈ ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനൊക്കെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക, ഏകോപിച്ച് കൊണ്ടുപോവുക എന്നതാണ് കേട്ടോ. അപ്പം അതാണ് നാലാമത് വരുന്നത്. ഇനി നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് മുൻപ് കണ്ടു. ഇപ്പം കാണുന്നത് ഇമ്പോർട്ടൻസ് ആണ്. കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നു അല്ലേ. അതായത് ഒരു ഏകോപനത്തിലൂടെ കോർഡിനേഷനിലൂടെ പോകുന്ന ഒരു സ്ഥാപനം എങ്ങനെയായിരിക്കും, നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും. ഇനി മറ്റു മാനേജ്മെൻറ്റ് ധർമ്മങ്ങളുടെ അടിസ്ഥാനമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ളൊരു കാരണം ഇതെന്താണ്, കോർഡിനേഷനാണ്. അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി മൂന്നാമത്തെ പോയിന്റ്, മാനുഷിക ബന്ധത്തിന് പ്രാധാന്യം നൽകുന്നതിനാൽ അംഗങ്ങൾക്ക് മനോവീര്യം നൽകുന്നു. അതായത് നമ്മൾ തമ്മിലൊരു കറക്റ്റായിട്ടുള്ള ഒരാൾ ഏകോപനത്തിലൂടെ പോകാമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, രണ്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം അല്ലേ. അത് ഓക്കെ അല്ലേ. അതായത് എന്താണ്, ഞാനൊന്നും തളർന്നു കഴിഞ്ഞാൽ എന്നെ റെസ്പോൺസിബിൾ ആക്കാൻ അല്ലെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ എൻ്റെ മാനേജർ ഉണ്ട് അല്ലേ. അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാവും നമുക്ക്. അപ്പം നമ്മുടെ മനോവീര്യം കൂടും അല്ലേ. നമുക്ക് പണിയെടുക്കാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മാനുഷിക ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ ഒരു കോർഡിനേഷൻ കൊണ്ട്. അതുകൊണ്ട് അംഗങ്ങൾക്ക് മനോവീര്യം ഇത് നൽകുന്നു. ഇനി നാലാമത്തെ പോയിന്റ്, പല വിധത്തിലുള്ള വീക്ഷണവും സംസ്കാരവുമുള്ള ജോലിക്കാരെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. അതായത് ഒരു കോർഡിനേറ്റ് ചെയ്തുകൊണ്ടവ പലരും പല ബിഹേവിയർ ഉള്ളവരായിരിക്കും. പക്ഷെ എല്ലാവരെയും അവരുടെ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരുമിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്, അത് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഗോളിലേക്ക് എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ഫിഫ്ത്ത് വൺ, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യവും ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ലക്ഷ്യവും തമ്മിൽ ഏകോപിപ്പിക്കുന്നു. അതായത് സ്ഥാപനത്തിന് ഓൾ ഓവർ ഇപ്പോൾ ഒരു മന്തിൽ 5 lakhs പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വിചാരിക്കണം അല്ലേ. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ സ്ഥാപനത്തിന് 5 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലേ, അവരും ആ ഒരു ലക്ഷ്യം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൂടെയും നിന്നിട്ട് കോർഡിനേഷൻ കൊടുത്താൽ മാത്രമേ അതെന്താണ് സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷ്യമായിട്ട് അത് മാറത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി ഇതിൽ പറയുന്നത് 2 അഡ്വാൻറ്റേജസ് ആണ്, കോർഡിനേഷൻ്റെ അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ്? ആധുനിക ബിസിനസ് സ്ഥാപനങ്ങൾ വലുപ്പമേറിയവയാണ്. ഭീമമായ തുക മൂലധന നിക്ഷേപമായി വേണ്ടിവരും. ധാരാളം യന്ത്രങ്ങളുണ്ടാകും. ഒട്ടേറെ പേർ പണിക്ക് നിയമിക്കപ്പെടും. ഇത് നിയന്ത്രണത്തെ സങ്കീർണമാക്കുന്നു. നാനാതരം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്ന പല യൂണിറ്റുകളും ഉണ്ടാകും. ഇവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കാര്യക്ഷമമായൊരു കൺട്രോൾ സംവിധാനം ആവശ്യമാണ്. സംഘടനയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് സംഘടനയുടെ വിവിധ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് ഏകോപനം.
വൈവിധ്യത്തിലെ ഐക്യം, വൈദഗ്ധ്യവൽക്കരണം എന്നിവ ഏകോപനത്തിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നമ്മൾ ചോദിച്ചിരിക്കുന്ന 2 അഡ്വാൻറ്റേജസ് ആണ് അല്ലെ, ഗുണഗണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് ഏകോപനം എന്നുള്ളതാണ് അതുവരെയുള്ള സെൻറ്റൻസിൽ പറഞ്ഞത്. കാരണം വിവിധ തരത്തിലുള്ള പ്രക്രിയകൾ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൊണ്ടുവരുന്ന അല്ലെ, കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സ് പ്രക്രിയയാണ് ഏകോപനം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വരുന്നത്, 1 വൈവിധ്യത്തിലെ ഐക്യം, 2 വൈദഗ്ധ്യവൽക്കരണമാണ്. വൈവിധ്യത്തിലെ ഐക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല യൂണിറ്റുകളാണല്ലോ അല്ലേ, പല വൈവിധ്യത്തിൽ വരുന്ന ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടിയാണ് പണിയെടുക്കുന്നത് അല്ലേ. അവർ എല്ലാം കൂടി അവരുടെ ഐഡിയാസ് എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ അത് അതിൻ്റെ ഒരു യൂണിറ്റി ആയിട്ട് നമുക്ക് പറയാം. പിന്നെന്താണ് വൈദഗ്ധ്യവൽക്കരണം അല്ലേ, ഓരോ മേഖലയിലും അവർ വൈദഗ്ധ്യവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് തെറ്റ് വന്നത്, അത് കൂടുതലായിട്ട് വന്ന ഇടങ്ങൾ മാറ്റിയിട്ട് പുതിയ കാര്യങ്ങളെ പടുത്തുയർത്തുക, ആ ഒരു ലക്ഷ്യത്തിലേക്ക് വരിക ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ഏകോപനത്തിൻ്റെ ഗുണങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കൺട്രോളാണ്. അപ്പോൾ എന്താണ് കൺട്രോളിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ കൺട്രോളിങ്? അല്ലെങ്കിൽ അംഗീകരിച്ച പ്ലാനുകൾ, നൽകിയ നിർദ്ദേശങ്ങൾ എന്നിവ അനുസരിച്ച് എല്ലാം സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് നിയന്ത്രിക്കൽ. തെറ്റുകളും ദൗർബല്യങ്ങളും ചൂണ്ടിക്കാട്ടി അവ പരിഹരിക്കാറാക്കുകയും അവ ആവർത്തിക്കുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഇൻ സിമ്പിൾ ഡെഫിനിഷനിൽ നമുക്കിങ്ങനെ പറയാം, ഈ ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ നിയന്ത്രിക്കൽ ഒരു പ്രക്രിയയാണ് അല്ലെ, പ്രോസസ്സാണ്. എന്താണ് മെഷറിങ് പെർഫോമൻസ് അല്ലേ, നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റിനനുസരിച്ച് എത്തപ്പെടുന്നുണ്ടോ, ഇനി എന്തെങ്കിലും ഈ ഒരു ടാർഗറ്റിൽ വ്യതിചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് സിംപ്ലി നിയന്ത്രിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ, ഇമാജിൻ ചെയ്യുക, ഒരു കമ്പനി 1000 പ്രൊഡക്ട്സിനെ ഒരു മന്തിൽ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നു. പക്ഷെ ആ ഒരു മന്ത് എൻഡിൽ 700 പ്രൊഡക്ട്സ് മാത്രമേ അവരെന്താണ് സോൾവ് ചെയ്തിട്ടുള്ളൂ അല്ലേ, വിറ്റഴിച്ചിട്ടുള്ളൂ. അപ്പം ഇവിടെ നമ്മുടെ മാനേജർ എന്താ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു സെയിൽസ് കുറയാൻ കാരണം എന്ന് ചെക്ക് ചെയ്യും. അപ്പം ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഏതൊരു സെക്ഷനിൽ അല്ലേ ഇവർക്ക് പ്രോബ്ലം പറ്റിയിട്ടുണ്ട്. മെയിനായിട്ടും സെല്ല് ചെയ്യുമ്പോഴുള്ള പ്രശ്നം വന്നേ, പ്രൊഡക്ഷൻ യൂണിറ്റ് 1000 പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അപ്പം പിന്നീട് സെല്ല് ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. അവിടെ ആയിരിക്കും നമുക്ക് ക്ലിയർലി വിസിബിൾ ആയിരിക്കും, അവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് ഈ ഒരു മാനേജർ ഒന്ന് ചെക്ക് ചെയ്യും. നോക്കുമ്പോഴെന്താണ്, പുവർ മാർക്കറ്റിംഗ് ആയിരിക്കാം അല്ലേ, അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നും ശരിയായിട്ട് കാണൂല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ 700 പ്രൊഡക്റ്റ് മാത്രം വിറ്റത്. അപ്പോൾ എന്താണ് ഈ ഒരു മാനേജർ എന്ത് ചെയ്യും, ഇത് തിരുത്തണമല്ലോ, നമുക്കൊന്നും കൂടി ഇൻക്രീസ് ചെയ്യേണ്ടേ നമ്മുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയില്. അപ്പം അതുകൊണ്ട് എന്താണ് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കും. ആക്ഷൻ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫേഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും എന്താണ് ആ ഒരു മാർക്കറ്റിംഗ് ടീം അല്ലെങ്കിൽ സെയിൽസ് കുറച്ചും കൂടെ മെച്ചമാവാം. അപ്പോൾ ഇത്തരത്തിലാണ് കേട്ടോ ആക്ഷൻ എടുക്കാതെ, അല്ലാതെ അവിടുത്തെ എംപ്ലോയീസിനെ പോയിട്ട് വഴക്ക് പറയുക അങ്ങനെയൊന്നല്ല ചെയ്യുന്നത്. ഇനി ഇതിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യാം, അപ്പം ഈ ഒരു ചെക്ക് ചെയ്യലും അതിനെ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താണ് സിംപ്ലി പറയുന്നത് കൺട്രോളിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യും അല്ല, പിന്നെ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് കൺട്രോളിങ്. ഇനി ഇതിനും സവിശേഷതകളുണ്ട്. അതിൻ്റെ ഒന്ന് വരുന്നത് ജോലിയുടെ പുരോഗതി അറിയൽ അല്ലേ, നമ്മൾ ഇപ്പം പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ. ചെക്ക് ചെയ്യുമ്പോൾ എവിടേക്കാണ് എന്തൊക്കെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ജോലിയുടെ പുരോഗതി അറിയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചെയ്ത ജോലി എത്രയെന്ന് അറിയില്ലേ, കാരണം പ്രൊഡക്ഷൻ യൂണിറ്റ് 1000 യൂണിറ്റ് ഉണ്ടാക്കിയെന്ന് നമുക്ക് വിസിബിളാണ് അല്ലേ, കാണാൻ പറ്റും.
കൂടാതെ സെല്ല് ചെയ്തത് അല്ലെങ്കിൽ സെയിൽ പോയത് എത്ര ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ജോലി ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നേടിയെടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വിസിബിൾ ആയിരിക്കും. അപ്പോൾ അത് അറിയാൻ പറ്റും. ഇനി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടും അധ്വാനം കൊണ്ടും ചിലവ് കൊണ്ടും ഉദ്ദിഷ്ട ഫലം നേടാനാകാതെ വന്നാൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കൽ. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1000 പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ട് 700 വിറ്റഴിച്ചു. അപ്പം ആ ഒരു മന്തിൻ്റെ ആകുമ്പോഴത്തേക്ക് മനസ്സിലായി അല്ലേ, പറ്റത്തില്ല, ഇതിനെ കൊണ്ട് കഴിയില്ല. അപ്പോൾ എന്താണ്, അതിനനുസരിച്ചുള്ള തിരുത്തൽ നടപടികൾ, ആക്ഷൻസ് ടേക്ക് ചെയ്യൂ അല്ലേ. അതിനനുസരിച്ച് എന്തെങ്കിലും ഓഫർ കൊടുക്കാനോ അഡ്വർടൈസ്മെൻറ്റ് പരസ്യം ഇൻക്രീസ് ചെയ്യാനോ ശ്രമിക്കും. ഇനി വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കൽ, അതായത് പലതരത്തിലുള്ള അങ്ങനെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെന്താണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടെ ഒരു രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ്. കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ് വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻസിൽ ഫസ്റ്റ് വരുന്നത് കാര്യശേഷി. ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ പ്രാധാന്യമാണ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് കാര്യശേഷിയാണ്. നിശ്ചിത പ്ലാൻ കാര്യക്ഷമമായും ഫലപ്രദമായും നടപ്പാക്കുന്നതിന് നിയന്ത്രണം കൂടിയേ തീരൂ. നമുക്കറിയാം അല്ലേ, ഒരു പ്ലാന് കാര്യക്ഷമമായിട്ട് എഫക്റ്റീവായിട്ട് നടത്തണമെങ്കിൽ ഈ ഒരു കൺട്രോളിങ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി അധികാരം ഏൽപ്പിക്കുമ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ തങ്ങൾ പങ്കാളികളാണെന്ന ബോധം ജീവനക്കാർക്കുണ്ടാവും. അത് തീർച്ചയായും ഉണ്ടാവും അല്ലേ. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രൊമോഷൻ നൽകിയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ കുറച്ചും കൂടെ കൂറുള്ളവരായിട്ട് മാറുന്നതായിരിക്കും. പിന്നെ ഭാവി നടപടിക്ക് അടിസ്ഥാനം, നിയന്ത്രണം ഭാവി നടപടികൾക്ക് അടിസ്ഥാനം പ്രദാനം ചെയ്യുന്നു. അതായത് നമ്മളിപ്പം ഒരു ചെക്ക് ചെയ്ത് അതിനെ തെറ്റുകൾ തിരുത്തി കഴിഞ്ഞാൽ അല്ലേ, ആ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നോക്കി നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഭാവി ഉണ്ടാവുള്ളൂ ആ ഒരു ബിസിനസ്സിന്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ട് നമുക്ക് കൺട്രോളിങ്ങിനെ പറയാം. ഇനി തീരുമാനമെടുക്കൽ സൗകര്യം, യഥാർത്ഥത്തിലുള്ള ജോലി നിർവഹണം നിശ്ചിത സ്റ്റാൻഡേർഡിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴെല്ലാം ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നിയന്ത്രണം സഹായിക്കുന്നു. അതായത് നമ്മളൊരു ടാർഗറ്റ് വെക്കൂലേ ഒരു ബിസിനസ് സ്ഥാപനമായി കഴിഞ്ഞാൽ, അപ്പോൾ അത് എയിം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആലോചിക്കൽ, ഇവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇനി നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ, ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺട്രോളിങ്ങിലൂടെ പറ്റുന്നതായിരിക്കും. ഇനി മേൽനോട്ടം ലളിതമാക്കുന്നു, നിയന്ത്രണം ജീവനക്കാരെ നിലയ്ക്ക് നിർത്തുന്നു, അതിനാൽ അച്ചടക്കമുണ്ടാകുന്നു, തൽഫലമായി മേൽനോട്ടം സുഗമമാകുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത്, അതായത് ഒരാൾക്ക് ഇപ്പം ട്രാഫിക്കിലൊക്കെ വരുന്നതാണെങ്കിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടികൾ ഓടി പോകുന്നുണ്ട്, തുരുതുരാ പോകുന്നുണ്ട്, ട്രാഫിക്കോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ തോന്നിയതുപോലെ പോകും അല്ലേ. അവിടെ ഒരു നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ, ട്രാഫിക് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചേ പോകത്തുള്ളൂ. അപ്പോൾ ഇതിവിടെയും അതേപോലെ തന്നെയാണ്. ഒരു മേൽനോട്ടം വരുമ്പോൾ ജീവനക്കാരല്ലേ അവരെ നിലക്ക് നിർത്താൻ പറ്റുന്നുണ്ട്. ഒരു മാനേജറിനെ തൻ്റെ കീഴിലുള്ള എംപ്ലോയീസിനെ നിലക്ക് നിർത്താൻ പറ്റും അല്ലേ. ആ ഒരു ഹൈറാർക്കി എങ്ങനെ വരുന്നത്, സ്ഥാനം വെച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു അച്ചടക്കം, ഡിസിപ്ലിൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മാനേജർക്ക് അയാളുടെ ആ ഒരു പണി നല്ല രീതിയിൽ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലേ. ബാക്കിയുള്ള എംപ്ലോയീസിനേക്കാളും മുകളിലുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബഹുമാനം അവർ കൊടുക്കും, റെസ്പെക്റ്റ് കൊടുക്കും. അപ്പോൾ അത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ആറാമത്തെ കാര്യം, ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു. ജോലി നിർവഹണത്തിനുള്ള തടസ്സങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാനും അവ വേഗം പരിഹരിക്കുമെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നതിനാൽ ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു. നിയന്ത്രണ പ്രക്രിയയിൽ 4 പടികളാണുള്ളത്. അപ്പോൾ ആറാമത്തെ കാര്യം എന്ന് വെച്ചാൽ മനോവീര്യം വർദ്ധിപ്പിക്കുക. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ കോർഡിനേഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് എന്തെങ്കിലും നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതാണെങ്കിൽ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉന്നതരായിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ, മാനേജർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവർ നമുക്ക് പറഞ്ഞു തരുന്നുള്ളത് നമുക്കൊരു വിശ്വാസമാണ്. അപ്പോൾ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകുമ്പോൾ നമുക്കതൊരു മനോവീര്യം തന്നെ അല്ലേ. അപ്പോൾ ഇത് നിയന്ത്രിക്കലിലൂടെ നമുക്ക് എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു നിയന്ത്രിക്കലിൽ തന്നെ കൺട്രോളിൽ വരുന്ന 4 സ്റ്റെപ്പുകളെ കുറിച്ചിട്ട്, 4 പ്രോസസ്സിനെ കുറിച്ചിട്ട് നമുക്ക് മെയിൻ നോക്കാം. അപ്പം ഇത് ഒരു മെയിനായിട്ടുള്ള
പോയിൻ്റാണ് കേട്ടോ, സ്ഥലമാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് കൺട്രോൾ, നിയന്ത്രണത്തിലെ സ്റ്റെപ്സിനെ കുറിച്ച് അല്ലേ ആണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 4 കാര്യങ്ങളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വണ് സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ. സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഫസ്റ്റ് ഡിസൈഡ് ചെയ്യൽ അല്ലെങ്കിൽ നിശ്ചയിക്കുകയാണ് ഏത് രീതിയിലേക്ക് നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യണമെന്ന്. അതായത് ഇവിടെ സ്റ്റാൻഡേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംപ്ലി നമുക്ക് ടാർഗറ്റാണ് കേട്ടോ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഡിസൈഡ് ചെയ്യും നമുക്കൊരു 1000 പ്രൊഡക്റ്റ് ഈ ഒരു മന്തിൽ എന്താണ് വിറ്റഴിക്കണമെന്ന്. അപ്പോൾ അതൊരു ടാർഗറ്റാണല്ലേ വരുന്നത്. ഇനി അതല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ, ഈ ഒരു 5 ലക്ഷം രൂപ നമുക്ക് പ്രോഫിറ്റായിട്ട് ഈ ഒരു മന്തിൽ വാങ്ങിക്കണമെന്ന്. അപ്പം ഇത്തരത്തിൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സെറ്റ് ദി സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തത് ജോലി നിർവഹണം അളക്കൽ, അല്ലെങ്കിൽ മെഷർ ആക്ച്വൽ പെർഫോമൻസ് എന്നതിനെ പറയും. വ്യക്തികൾ, ഗ്രൂപ്പുകൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയവയുടെ ജോലി നിർവഹണം അളക്കുക എന്നതാണ് നിയന്ത്രണ പ്രക്രിയയിലെ രണ്ടാമത്തെ പടി. ചെയ്ത ജോലിയും പരിഹരിച്ച ഫലവും വിലയിരുത്തുക എന്നതാണ് ഇതിനർത്ഥം. മെഷർ ആക്ച്വൽ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയാം, കുറച്ച് സമയത്തിന് ശേഷം കമ്പനി ചെക്ക് ചെയ്യുകയാണ് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു ടാർഗറ്റ് ശരിക്കും നടന്നിട്ടുണ്ടോ എന്ന്. അതായത് അവർ ശരിക്കും റിസൾട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു ഒരു മാസത്തിൻ്റെ എൻഡിൽ അല്ലേ അത് 5 ലക്ഷം രൂപ ഒന്നെങ്കിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ 1000 പ്രൊഡക്ട്സ് വിറ്റഴിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ടാർഗറ്റ് ആയിരിക്കും കമ്പനി വെച്ചിട്ടുണ്ടാവുക. അപ്പം ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ജോലി നിർവഹണം അളക്കുന്നത്, അല്ലെങ്കിൽ മെഷർ ആക്ച്വൽ പെർഫോമൻസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതായത് ആ ഒരു മന്ത് എൻഡിൽ കമ്പനി അവരുടെ സെയിൽസ് റിപ്പോർട്ട് ചെക്ക് ചെയ്യും. അപ്പം അത് ചെക്ക് ചെയ്യുമ്പോഴെന്ത് മനസ്സിലാവും? നമ്മൾ നേരത്തെ പറഞ്ഞു 1000 പ്രൊഡക്ട്സിൻ്റെത് എടുക്കാം നമുക്ക് എക്സാമ്പിളായിട്ട്. 1000 പ്രൊഡക്ട്സ് വിറ്റഴിക്കണം എന്നാണ് കമ്പനിയുടെ ടാർഗറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു അവർ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ഈ ഒരു പ്രോസസ്സിൽ ജോലി നിർവഹണം അളക്കൽ അല്ലെങ്കിൽ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിൽ എന്താണ്, ആ ഒരു മന്ത് എൻഡിൽ ഇവർ നോക്കും ഈ ഒരു ടാർഗറ്റ് 1000 പ്രൊഡക്ട്സ് വിറ്റഴിക്കാൻ പറ്റിയോ എന്നുള്ളത് ഇവർ ചെക്ക് ചെയ്യും. അപ്പം ആ ഒരു സെയിൽസ് റിപ്പോർട്ട് നോക്കുമ്പോഴെന്തായിരിക്കും, അവർക്കൊരു 800 പ്രൊഡക്ട്സ് മാത്രമായിരിക്കും വിറ്റഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിനെന്താണ്, ആ ഒരു ടൈമിൽ നമ്മൾ സെറ്റ് ചെയ്ത ടാർഗറ്റ് വേറെയാണ്, അതാണ് സെറ്റ് സ്റ്റാൻഡേർഡ് വരുന്നത്. ഇനി ആക്ച്വൽ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടാർഗറ്റ് വെച്ചതിൻ്റെ അത്രത്തോളം നമുക്ക് ഇത് സെല്ല് ചെയ്യാൻ പറ്റിയുണ്ടോയെന്ന്, അല്ലെങ്കിൽ ആ ഒരു മന്തിൽ സെല്ല് ചെയ്തിട്ടുള്ള കാര്യത്തെയാണ് നമ്മൾ എന്താണ് ആക്ച്വൽ പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചിത സ്റ്റാൻഡേർഡുമായി ജോലി നിർവഹണത്തെ താരതമ്യപ്പെടുത്തൽ. അതായത് കമ്പയർ ബോത്ത്, അതായത് സ്റ്റാൻഡേർഡ് അല്ലേ ആ ഒരു ടാർഗറ്റും നമ്മളിപ്പം നേടിയിട്ടുള്ള ആ ഒരു മന്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ടാർഗറ്റിനെയും തമ്മിൽ കമ്പയർ ചെയ്യും. അതായത് നമ്മുടെ ടാർഗറ്റ് 1000 പ്രൊഡക്റ്റ് ആയിരുന്നു, നമുക്ക് ആ ഒരു മന്തിൽ എത്ര പ്രൊഡക്റ്റാണ് വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നത്? 800 പ്രൊഡക്റ്റ് മാത്രമാണ് വിറ്റഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണ്? 200 പ്രൊഡക്റ്റ് ഇപ്പോഴും ആ ഒരു കമ്പനിയിൽ തന്നെ ഉണ്ട് വിറ്റഴിക്കാൻ പറ്റാതെ. അപ്പം ഈ ഒരു ഡിഫറൻസ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു നിശ്ചിത സ്റ്റാൻഡേർഡുമായി ജോലി നിർവഹണത്തെ താരതമ്യപ്പെടുത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡിഫറൻസിനെ നമ്മൾ ഡീവിയേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യതിചലനം മനസ്സിലാവും അല്ലേ, എന്തൊക്കെ മാറ്റമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വീഴ്ച പറ്റിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ ഒരു ആക്ച്വൽ പെർഫോമൻസ് ഉണ്ടാവില്ലേ, അതായത് നമ്മളിപ്പം 800 ആണ് നമുക്കിപ്പോഴുള്ള ആക്ച്വൽ പെർഫോമൻസ് അല്ലേ. ആ ഒരു മന്തിൽ 800 പ്രൊഡക്ട്സേ വിറ്റഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് നമ്മുടെ ടാർഗറ്റുമായിട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, എല്ലാം ശരിയാണ്. അതായത് പക്ഷേ ഇവിടെ ഈക്വൽ ആണോ? അല്ല, 800 മാത്രമേ വിറ്റഴിക്കാൻ പറ്റിയിട്ടുള്ളൂ, ഇനിയും 200 റിമൈനിങ് ഉണ്ട്. അപ്പോൾ എന്താണ്, എന്തോ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്ന് നമുക്കപ്പം മനസ്സിലാവും. പ്രോബ്ലം എക്സിസ്റ്റ് ആണെന്ന് മനസ്സിലാവും അല്ലേ. 800 മാത്രമല്ലേ വിറ്റഴിക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ അവിടെ എവിടെയാണോ വീഴ്ച പറ്റിയത് അത് തിരഞ്ഞെടുത്ത് അത് കറക്റ്റ് ചെയ്യാൻ നോക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ടേക്ക് കറക്റ്റീവ് ആക്ഷൻ.
അതായത് തിരുത്തൽ നടപടികൾ സ്വീകരിക്കലാണ് അവസാനത്തെ ഓപ്ഷൻ വരുന്നത്. ഇഫ് ദർ ഈസ് എ ഡിഫറൻസ് ദ കമ്പനി മസ്റ്റ് ഫൈൻഡ് ദ റീസൺ ആൻഡ് കറക്റ്റ് ഇറ്റ്. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതായത് നേരത്തെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ 200 പ്രൊഡക്ട്സിന് ഡിഫറൻസ് വന്നു. അപ്പം എന്താണ് നാലാമത്തെ സ്റ്റെപ്പിൽ മാനേജർ കണ്ടെത്തും എന്തായിരിക്കും അത് മാർക്കറ്റിംഗ് ടീമിൻ്റെ പ്രശ്നമായിരിക്കും. അവിടെ അഡ്വർടൈസ്മെൻറ്റ് പരസ്യം കൊടുത്തത് കുറച്ച് കുറവായിരിക്കാം, ചിലപ്പോൾ അതായിരിക്കാം ഈ ഒരു 200 പ്രൊഡക്ട്സ് ബാക്കി വരാൻ കാരണം. അല്ലെങ്കിൽ ഇതേ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗുഡ്സ് ഉണ്ടാക്കുന്ന മറ്റൊരു കമ്പനിയിലെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു എന്താണ് വസ്തു അല്ലേ, ഇപ്പം ഒരു സോപ്പ് ആയിക്കോട്ടെ, അതേ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന മറ്റൊരു കമ്പനി എന്താണ് അവരുടെ സോപ്പിൻ്റെ പ്രൈസ് കുറച്ചു, അപ്പം അത് വാങ്ങാൻ കുറേ ആൾക്കാർ വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള റീസൺ ഉണ്ടാവും. അതൊക്കെ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യും ഈ ഒരു മാനേജേഴ്സ്. അപ്പോൾ അതിനനുസരിച്ച് അവരെന്താണ് എവിടെയാണോ തിരുത്തൽ വരുത്തേണ്ടത് അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കും. അപ്പം മാർക്കറ്റിങ്ങിലാണ് പ്രശ്നം വരുന്നതാണെങ്കിൽ മാർക്കറ്റിംഗ് ഇൻക്രീസ് ചെയ്യും അല്ലേ, ഡിസ്കൗണ്ട് എന്തെങ്കിലും കൊടുക്കും. പിന്നെ ആണെങ്കിൽ സെയിൽസ് ടീമിനെ ഒന്നും കൂടെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പം ഇതിനെയാണ് കറക്റ്റീവ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ തിരുത്തൽ നടപടികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു കോർഡിനേഷൻ എന്താണെന്ന് കണ്ടു, അതിനുശേഷം കൺട്രോളിങ് എന്താണെന്ന് കണ്ടു. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ചാപ്റ്റർ വരുന്നത്. ഇങ്ങനെ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.